വർഷമായി ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിൻ്റെ ഫലമായി പ്രയാസപ്പെട്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ, നിഷ്പക്ഷ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ അതിശയകരമായ നിലയിൽ UDFനെ വിജയിപ്പിക്കാൻ പ്രധാന അതിൻ്റെ കൂടെ ഒരു കാരണം കൂടിയുണ്ട്, മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ, പോളിംഗ് ബൂത്തിൽ തുടങ്ങിയ കാലം മുതൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം, ഇടതുപക്ഷ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ വോട്ടർമാർ ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞ് UDFൻ്റെ കൂടെ വന്നു. അതിൻ്റെ കാരണം ഞാൻ വിലയിരുത്തത്, എൻ്റെ വ്യക്തിപരമായ അസസ്മെൻ്റാണ്, UDFിനുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ ഇനിയും ഒരു തുടർഭരണമുണ്ടായാൽ, മൂന്നാമതൊരിക്കൽ കൂടി LDF ഭരണം വന്നാൽ, മാർക്സിസ്റ്റ് ഭരണം വന്നാൽ, പിണറായി ഭരണം വന്നാൽ കേരളത്തിൽ ഒരു മഹാദുരന്തമായിരിക്കും. അതോടുകൂടി പശ്ചിമ ബംഗാളിൽ വർഷങ്ങൾക്ക് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് പൊതുവിലുണ്ടായ ആ തകർച്ച അവർ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലും ഇടതുപക്ഷം തുടച്ചു നീക്കപ്പെടും എന്ന് ഭയപ്പെട്ടിരുന്ന, ഇന്നും ഇടതുപക്ഷം സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം വോട്ടർമാരും ഇത്തവണ ഇടതുപക്ഷത്തെ കൈവിട്ട് UDFന് വോട്ട് ചെയ്തു. ആ രണ്ടും കൂടെ വന്നപ്പോഴാണ് ഒരു സുനാമി അടിക്കുന്ന പോലുള്ള ഒരനുഭവം ഇത്തവണ LDF നേടാൻ കാരണം. ഇവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. കോൺഗ്രസ്സുകാരോട്, UDFകാരോട്, നിഷ്പക്ഷ വോട്ടർമാരോട്. ഇത്തവണ ഇടതുപക്ഷം നശിക്കാതിരിക്കാൻ വേണ്ടി, തുടർഭരണം ഒഴിവാക്കാനും വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ഇടതുപക്ഷക്കാരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഇവിടെ ആഞ്ഞു വീശിയത് ഒരു ശക്തമായ ഭരണവിരുദ്ധ സൈക്ലോണാണ്, കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു നിസ്സാരമായ ഭാഗം, പറഞ്ഞു പോയല്ലോ, ഒരു ചെറിയ ഭാഗം ഇത്തവണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.